പശ്ചാത്തലം, വൈകുന്നേരത്തെ ഗ്രൗണ്ടിലെ കളി, ഗ്രഹാതുരത ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 2014 പുറത്തിറങ്ങിയ മനോഹര ചിത്രം 1983. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷിത്തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ. പി.കെ. ഹരിനാരായണൻ മലയാളത്തിലെ ഏറ്റവും മികച്ച ഗാനരചയിതാക്കളിൽ ഒരാളാണ്. ഹരിയുടെ ആദ്യ സിനിമയാണ്. പല വരികളും എഴുതി എബ്രിഡ് ഷൈനെ കേൾപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അതൊന്നും അത്ര അങ്ങ് ഇഷ്ടമായില്ല. സന്ദർഭത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വരികൾ എഴുതാനാകുമോ എന്ന് ഹരിയോട് ഷൈൻ ചോദിച്ചു. ഈ പാട്ട് കടന്നു പോകേണ്ടത് 3 രീതിയിലായിരിക്കണം. ആദ്യ വരികളിൽ കുറച്ച് കുസൃതി ഉണ്ടാകണം, രണ്ടാമത്തെ വരികൾ ചോദ്യമാകണം, ഏറ്റവും ഒടുവിൽ ഞാൻ ധന്യനായി എന്ന ഫീലും വരണം. ഇങ്ങനെയായിരിക്കണം വരികളെന്ന് എബ്രിഡ് ഷൈൻ പി.കെ. ഹരിനാരായണനോട് ആവശ്യപ്പെട്ടു. ആദ്യ ഭാഗത്തെ വരികളൊക്കെ അവസാനിക്കുന്നത് ഒരു ഈയിലായിരിക്കും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. അടുത്ത ഭാഗത്ത് എല്ലാ വരികളും ചോദ്യങ്ങളിലാണ് അവസാനിക്കുന്നത്. നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്ത് നിന്നുവോ, അങ്ങനെ ചോദ്യങ്ങളിലാണ് രണ്ടാമത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഭാഗം ഞാൻ ധന്യനായി എന്ന രീതിയിലായിരിക്കണം വരികൾ അവസാനിക്കേണ്ടത്. ഈ നിർദ്ദേശമാണ് എബ്രിഡ് ഷൈൻ നൽകിയത്. പഹാഡി രാഗത്തിലൊരുക്കിയ ഗാനം പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്നാണ് പാടിയത്. മലയാളി എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഏറ്റവും മികച്ച പ്രണയ ഗാനങ്ങളിലൊന്നായി പിൽക്കാലത്ത് അത് മാറുകയും ചെയ്തു. കളിച്ചിരിയുടെ വിരലാൽ തൊടുകുറിയിടുമഴകായി, ചെറുകൊലുസിന്റെ കിലുകിലുക്കത്തിൻ താളം മനസ്സിൽ നിറയുമോലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. പാട്ടുവഴി ഇനി നാളെ.